ഞങ്ങൾ കൊല്ലുവതല്ലത്. എന്തിനു സർക്കാർ ഇങ്ങനെ ജീവിക്കണു? ഞങ്ങളെ എന്തിനിങ്ങനെ ഇട്ടു? ഞങ്ങൾ പാവ കളിപ്പിക്കണു. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ മോൻ വിളിച്ച് ഞാനിങ്ങോട്ട് വേഗം പോന്നു. ഇപ്പം ആനയിൽ പറമ്പിക്കട് വന്നാണ്ടപ്പോൾ ഞാൻ ഓടി പാലക്കര് കിടന്നപ്പോൾ ആന എൻ്റെ പുറകെത്തി. തോടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആന തിരിച്ചു വന്നു. ആനയുടെ നാലുകാലിലുണ്ട്. അമ്മേനെ ചവിട്ടിയിട്ടിട്ട് ആന ഇങ്ങോട്ട് കടന്നു വന്നു. തിരിഞ്ഞു വന്ന ആന കുത്തി, കൊലവിളിയും വിളിച്ചാണ് കുത്തണ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാ. എന്ത് ചെയ്യും? ഈ ആന കാട്ടി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങളെങ്ങോട്ട് പോയി ഞങ്ങൾ എന്നാ ചെയ്യും? ആനക്കൂട്ടില്ല എൻ്റെ ദൈവമേ. ഈ ആനക്കാട്ടിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകാനായെന്ന നിരാലംബ വേദന നേര്യമംഗലത്തേത് മാത്രമല്ല, അത് വയനാടിന്റെ വേദനയാണ്. പാലക്കാടിന്റെ ഇടുക്കിയുടെ നടുക്കമാണത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം ക്ഷുദ്രജീവി തേറ്റകളിൽ മണിക്കൂർ കണക്കിന് മലയോര മനുഷ്യരെ, പരമസാധു മനുഷ്യരെ കുന്നുകൂട്ടുന്ന ചോര കേരളകാലമാണ്. അയ്യോ, കേന്ദ്ര നിയമത്തിന്റെ കുറ്റമാണ്, ഞങ്ങൾ എന്തു ചെയ്യാനാണ് എന്ന് പ്രമേയം പാസാക്കി കൈമലർത്തി കളിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മരണത്തിന്റെ ചോര ചീറ്റുന്ന ആ ഭീകര മരണപ്പട്ടിക പലയാവർത്തി പറഞ്ഞതാണെങ്കിൽ ഈ വർഷം മാസം 2 പൂർത്തിയായതേ ഉള്ളൂ. കാട്ടുജീവികൾ കൊലവിളിച്ചവരുടെ എണ്ണം ഈ സംസ്ഥാനത്ത് 10-ന് മുകളിലാണ്. ഇനിയും പരസ്പരം പഴി പറഞ്ഞ് മലയോരത്തെ കൊലയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു പൗരന്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ചിറങ്ങണം സർക്കാർ എന്ന് പറയുന്നത് താമരശ്ശേരി ബിഷപ്പാണ്. അതേതെങ്കിലും രൂപതയുടെ നിലപാടല്ല. ആന ചവിട്ടിയും കടുവ കടിച്ചു കയറിയും കാട്ടുപന്ന് വേട്ടയാടിയും ഉറ്റവരുടെ ചിഹ്ന ഭിന്നമായ ശവശരീരങ്ങളും കീറിപ്പറിഞ്ഞ മുഖങ്ങളും അടിക്കടി കാണാൻ വിധിക്കപ്പെട്ട മലയോരത്തിന്റെ വികാരമാണ്. ആ രോഷത്തിന്റെ സന്ധ്യയിൽ ഇഞ്ചനാനിയിൽ പിതാവ് പിന്നെയും പറയുന്നു, വനം വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്കും, ഞങ്ങൾക്കറിയാം കാട്ടുവേട്ടയെ ചെറുക്കാൻ. ഈ മലയോരത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടി വന്നാൽ മടിക്കില്ല. കേൾക്കുമ്പോഴത് ജനാധിപത്യ വിരുദ്ധമാണല്ലോ എന്ന് തോന്നിയാലും നിരന്തരം എരിയുന്ന ചിതകൾ കാണേണ്ടി വരുന്ന, പള്ളിക്കാട്ടിൽ 6 അടി ആഴത്തിൽ കബറുകൾ നിത്യേനെന്നോണം കുഴിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ അസാധാരണ രോഷമാണ്. മരണങ്ങൾ മാത്രമാണോ? നഷ്ടകൃഷിയിൽ നിന്ന് ബാക്കി പിടിച്ചും കൊള്ളപ്പലിശയ്ക്ക് വായ്പ എടുത്തും കെട്ടിയ വീടുകൾ തകർക്കലാണ്. പാല് കറന്നു വിറ്റ് വീട്ടിൽ അരി വാങ്ങാൻ വളർത്തുന്ന ആടുകളെയും പശുക്കളെയും പിച്ചിപ്പറിച്ച് തിന്നലാണ്. ആയുഷ്കാലത്തിന്റെ അധ്വാനത്തിൽ വിയർപ്പത്രയും രക്തമാക്കിയ കൃഷിയിടങ്ങളെ നാനാവിധമാക്കലാണ്. ക്ഷമയുടെ നെല്ലിപ്പടയിൽ നിൽക്കുന്ന ഒരു ജനാവലി സമരത്തിനിറങ്ങിയാൽ ചെറുക്കാൻ ഈ പോലീസും IPC മതിയാവില്ല. സൂക്ഷിക്കണം സർക്കാർ. ഈ പോയ രാത്രിയിൽ ഉണ്ടായ ഒരു അസാധാരണ സമരത്തിന്റെ പേരിൽ എറണാകുളം DCC അധ്യക്ഷനെ കേസിന് പിന്നാലെ കേസുകൾ നിരത്തി ഒറ്റ ദിവസമെങ്കിലും പിടിച്ചകത്തിടാൻ പകയോടെ കോടതിയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ പരിഹാസ വ്യവഹാരത്തിന് 100-ലൊന്ന് വ്യഗ്രത കാട്ടിയിട്ടുണ്ടോ? വെറും വാക്കുകളല്ലാതെ മലയോരത്തിന്റെ വേദന കേൾക്കാൻ ഈ സർക്കാർ. ഒരു കേന്ദ്രമന്ത്രി വന്ന് വയനാടൻ കാപ്പിയും കുടിച്ചങ്ങ് പോയിട്ട് എന്നോ പഴകി പഞ്ചറായി 72-ലെ ആ കേന്ദ്ര നിയമം തിരുത്താൻ നടപടികളില്ലെങ്കിൽ അവിടെയും ലക്ഷ്യം വോട്ടാണ്. ചോരപ്പെയ്ത്തിന് അറുതി വരുത്താൻ കേന്ദ്രത്തിനുമുണ്ടോ അരക്കഴഞ്ചിന്റെ ആത്മാർത്ഥത? അങ്ങനെ പരസ്പരം പഴിചാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തട്ടിക്കളിച്ച് മണ്ടന്മാരാക്കുമ്പോൾ രണ്ടാംകിട പൗരന്മാരെ പോലെ ഒരു ഗതികെട്ട ജനത പതിറ്റാണ്ടുകളായി പ്രാണൻ കയ്യിൽ പിടിച്ച് രാപ്പകലാധിയിലാണെങ്കിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരെ, ഭരണകൂടങ്ങളെ ക്ലിഫ് ഹൗസിൽ ഇസ്തിരിയിട്ട വസ്ത്രങ്ങളിൽ വീഴുന്ന മരപ്പട്ടിയുടെ മൂത്രമല്ല, ആവർത്തിച്ച് മലയോരത്ത് വീഴുന്നത് മനുഷ്യന്റെ ചോരയാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ സംഷാദ് മരക്കാർ, ശ്രീ VP ശിവനാഭൻ, ശ്രീ ജോസ് ജെ ചെരുവിൽ കിഫ പ്രതിനിധിയാണ്. ഞാൻ ശ്രീ ജോസ് ജെ ചെരുവിലേക്ക് പോകുന്നു. ശ്രീ ജോസ് ജെ ചെരുവിൽ, ഇന്ന് നിങ്ങൾ കിഫ ആദ്യം മുതലേ പറയുന്നുണ്ട് കളക്ടർക്ക് അല്ലെങ്കിൽ PCF-ന് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവുടെ അധികാരമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ഇന്നിപ്പോ ആ കക്കയത്തെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറങ്ങുന്നുണ്ട്. അപ്പൊ പറ്റും. 1972-ലെ കേന്ദ്ര നിയമം പറഞ്ഞ് കൈമലർത്തിയാലും വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാനുള്ള അധികാരം ഈ സർക്കാരിനുണ്ട് അല്ലേ ശ്രീ ജോസ് ജെ ചെരുവിൽ? തീർച്ചയായിട്ടും. കാരണം ഇത് കേന്ദ്ര സർക്കാരിനെ മാത്രം ചാരി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാര്യമല്ല. വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11-ാം വകുപ്പനുസരിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അപകടകാരിയായ ഒരു ജീവി അത് ഏത് ഷെഡ്യൂളിൽ പെട്ടതാണെങ്കിലും അതിനെ കൊല്ലാനായിട്ട് ഉത്തരവിടാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഈ നിയമം വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ജയപ്രസാദ് IFSന്റെ ഉത്തരവില്ലാത്ത പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോത്ത് അവരാച്ചനെ കൊന്ന പോത്ത് ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. പോത്തിന്റെ കുറ്റസമ്മതം വഴി ആദ്യമായിട്ട് രേഖപ്പെടുത്തണം. എങ്കിലേ ഒന്നാമത്തെ കാര്യമുള്ളൂ. രണ്ടാമത്, മാക്സിമം ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാനോ പിടിക്കാനോ ശ്രമിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ആ നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഈ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ഉദ്ദേശം അതിന്റെ പുറകിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ പ്രധാനമായിട്ടും. കാരണം
ബേലൂർ മഖന എന്ന് പറഞ്ഞ ഒരു മോഴയാനെ കൊല്ലാൻ വേണ്ടി 10-15 ദിവസം കാണിക്കൂട്ടിയ ഒരു പ്രഹസനം നമ്മളെല്ലാം കണ്ടതാണ്. ഇന്ന് ഈ അവരാച്ചനെ കൊന്ന കാട്ടുപോത്ത് ജോബി പുത്തൻപരയിൽ എന്ന് പറഞ്ഞ ആളിന്റെ പറമ്പിലുണ്ട്. അത് രക്തക്കറയമായിട്ട് കൊമ്പലിലെ രക്തക്കറയമാർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഇന്ന് ഉച്ച മുതൽ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. ജയപ്രസാദിന്റെ ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവ് കോട്ട് ചെയ്ത് എഴുതി കൊടുത്തതിന് ശേഷം യാതൊരു നടപടിയും ഈ സമയം വരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. അപ്പോൾ ഉത്തരവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. കിഫ ആദ്യം മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ വന്യമൃഗശല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കളക്ടർക്ക് CRPC 133 വകുപ്പ് അനുസരിച്ച് അതിനെ കൊല്ലാനുള്ള ഉത്തരവിടാം. കോട്ടയത്ത് 2 കാട്ടുപോത്ത് കോട്ടയത്തോട് 2 മനുഷ്യരെ കൊന്ന സമയത്ത് അന്നത്തെ കളക്ടർ PK ജയശ്രീയെ ഉത്തരവിട്ടതാണ്. പക്ഷേ ഉത്തരവ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാർജവം കാണിക്കാറുണ്ട്. ഇപ്പൊ ഈ കക്കയത്തെ ഈ കാട്ടുപോത്ത് മനുഷ്യജീവന് ഭീഷണിയാണ് എന്ന് നിരുപാധികം തെളിയണം. വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് ഈ കക്കയത്ത് 1 മാസമായി കാട്ടുപോത്ത് ഭീഷണി ഉണ്ടാക്കുകയാണ്. ഒരു ടൂറിസ്റ്റ് വനിതയും കൂടെ വന്ന ആളെയും ഈ കാട്ടുപോത്ത് ഭീതിപ്പെടുത്തിയതാണ്. അപ്പൊ അന്നറിയില്ലേ ഇത് മനുഷ്യജീവന് ഭീഷണിയാണെന്ന് അന്നറിയില്ലേ? ഒരാളെ കുത്തി കൊല്ലണോ ഇത് മനുഷ്യജീവന് ഭീതിയാണെന്ന് ഉറപ്പിക്കാൻ? ശ്രീ ജോസ് ജെ ചെറ്റയിൽ ചെരുവിൽ അതാണ് ഈ സർക്കാരിന്റെ ആത്മാർത്ഥയില്ലായ്മ കാണുന്നത്. ഇതൊരു എത്ര മനുഷ്യജീവനിൽ നമ്മളെ ബലി കൊടുക്കണം? ഈ ദിവസത്തിന്റെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ എത്രയോ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് പ്രിവെന്റീവായിട്ട് നടപടിയെടുക്കണം. ഒരു ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുന്ന ഒരു സർക്കാരിന്റെ ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞതിന് ശേഷം ആളുകളുടെ ജീവിതവും ജീവൻ ഉപാധി സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 വ്യാഖ്യാനത്തിൽ നിരവധി പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജീവൻ എന്ന് പറയുന്നതും ജീവൻ ഉപാധിയുടെ ഉപാധി ഉൾപ്പെടെ അവനെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ചാപ്റ്റർ 3 അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 21. അതിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ലജ്ജയോടെ പണം തരാം, അല്ല ഞങ്ങൾ കാട്ടുപോത്തിന്റെ കുറ്റസമ്മത മൊഴി എടുത്തതിന് ശേഷം അതിനെ ട്രാങ്കുലൈസ് ചെയ്ത് ഒരു നിവൃത്തിയില്ല മാത്രം കൊല്ലാം. എന്തെല്ലാം ഉപാധികളാ! അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ കാശ്മീർ മനസ്സിലാക്കേണ്ടത് വന്യമൃഗം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷെ എന്തിനാ സംരക്ഷിക്കപ്പെടേണ്ടത്? ഒരു പർട്ടിക്കുലർ വന്യമൃഗത്തെയാണോ? സംരക്ഷിക്കപ്പെടേണ്ട സ്പീഷീസിനാണ്. ഇവിടെ എണ്ണത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ കാട്ടുപോത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം എന്തിനാ? ഇവിടെ മനുഷ്യജീവന് തന്നെയാണ് വില. ഒരു മനുഷ്യജീവന് പകരം 1000 കാട്ടുപോത്ത് ചത്താലും 1000 ആനകളെ ചത്താലും ഇവിടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, ഒരു പ്രകൃതി നശിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു സൂഡോ എൻവയോൺമെന്റലിസമാണ്, ഒരു കള്ള എൻവയോൺമെന്റലിസമാണ്. വനം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണിത്. ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണിത്. കാരണം ഇവിടെ നിയമസഭയിലെ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞു 4% വനം കൂട്ടുമെന്ന്. എങ്ങനെ വനം കൂട്ടും? വനത്തിന് വർഷം കൊടുത്താൽ വനം കൂടുവോ? പക്ഷെ ഇവിടെ തേക്കും അക്കേഷ്യയും യൂക്കാലിപ്റ്റസുമുള്ള മരങ്ങള് വനത്തിൽ വ്യാവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത വനത്തിന്റെ യഥാർത്ഥ അവസ്ഥ നശിപ്പിച്ചത് സർക്കാരാണ്. വനത്തിന് പ്രോപ്പറായിട്ട് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി അതിർത്തി നിർണയിച്ച് അവിടെ വേലി കെട്ടുക, അവനെ വന്യമൃഗത്തെ വനത്തിനുള്ളിൽ പിടിച്ചു നിർത്താൻ സർക്കാരാണ്. അതൊന്നും ചെയ്യുന്നില്ല. പുറത്തിറങ്ങുന്ന മനുഷ്യനെ എനിക്ക് പറയാനുള്ളൂ, ഗിഫയ്ക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ കരുതി ആളുകൾ നടപടിയെടുത്താൽ അവരെ കൊടുക്കാൻ കേസുമായിട്ട് സർക്കാർ മുന്നോട്ട് വരരുത്. ഏതെങ്കിലും ഒരാളുകൾ അവർക്ക് ജീവൻ അപകടം തോന്നിട്ട് വന്യമൃഗത്തെ കൊന്നാൽ അതിനെതിരെ പ്രതികരിച്ചാൽ നിശ്ചയമായിട്ടും കിഫ അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കും. അവരെ കൊല്ലാനുള്ള അവകാശം കൊടുത്ത് ഏത് ജനത്തിനുണ്ട്. സെക്ഷൻ 11 ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ ജോസ് ജെ ചെരുവിൽ, ഇന്നിപ്പോ വലിയ പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ നടക്കുന്നത് കക്കയത്ത് മാത്രമല്ല. ഒരു പ്രതിഷേധത്തിൽ താമരശ്ശേരി ബിഷപ്പ് ശ്രീ റെംജിയോസ് ഇഞ്ചനാനിൽ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കടന്നു വരാൻ ഈ പ്രദേശത്ത് നിന്ന് ഒരടി കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കെ ഞങ്ങൾ പറയുകയാണ്.
ശ്രീ വി പി ശ്രീനാഥൻ, ഇവിടെ മലമ്പ്രദേശത്തെ ഭരണം ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ജനാധിപത്യ വിരുദ്ധമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അതിരുകടന്ന പ്രസ്താവനയാകാം. ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് കുറച്ച് അതിരുകടന്നതാണെന്നും അറിയാത്ത ആളല്ല താമരശ്ശേരി ബിഷപ്പ്. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ നിഷ്ക്രിയത്വം കൊണ്ടല്ലേ അത് പറയേണ്ടി വരുന്നത് ബിഷപ്പിന്? അല്ല, 2004 കോഴിക്കോട് മാങ്കാവിൽ ഇറങ്ങിയ പുലിയെ വെടിവെച്ച് കൊന്നില്ലേ? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പം അന്ന് 972 നിയമമില്ലായിരുന്നു. ഈ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വന്നിട്ട് പറഞ്ഞില്ലേ, ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നാട്ടിലിറങ്ങി അക്രമാസക്തമാവുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ട് എന്ന്. കാട്ടുപന്നികളെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ പഞ്ചായത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വെടിവെച്ച് കൊല്ലുന്നില്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി കൊന്നിട്ടുണ്ടല്ലോ. എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. കാട്ടിൽ വന്യജീവി നാട്ടിലിറങ്ങി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായാൽ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് കൺസർവേറ്റർക്കും അതോടൊപ്പം CRPC പ്രകാരം ജില്ലാ കലക്ടർക്കും വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം, ഉത്തരവിറക്കാനുള്ള അധികാരമുണ്ട്. വയനാട്ടിൽ ഒരു അസിസ്റ്റന്റ് കലക്ടർ ഏതാണ്ട് 980-കളിൽ ഒരു ആനയെ ഇതേപോലെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അന്ന് ഫോറസ്റ്റുകാർ എതിർപ്പ് പറഞ്ഞിട്ടും അദ്ദേഹം ശരിയാണ്, പറഞ്ഞത് എന്താ? ഒക്കെ ശരിയാണ്. പക്ഷെ അതും ഈ 72 നിയമത്തിന്റെ തുടർച്ചയിലാണ്. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ 72 നിയമത്തിന്റെ തുടർച്ചയിൽ മാത്രമേ ഈ നടപടി സ്വീകരിക്കാൻ കഴിയൂ. അതെങ്ങനെയാണ്? 100 കണ്ടീഷനാണ് സാർ. ഈ പറയുന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഇറങ്ങുന്ന ഉത്തരവിൽ പറയുന്ന കണ്ടീഷൻ കണ്ടോ? ഇറ്റ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് അൺഡൗട്ട്ഫുള്ളി ദാറ്റ് ദ ആനിമൽ വിച്ച് കിൽഡ് ദ മാൻ വാസ് ദ സെയിം ബിഫോർ ദ ഓപ്പറേഷൻ. The maximum effort to tranquilize the animal shall be taken as per the existing rules, act and guidelines in vogue. 3. If the animal cannot be tranquilized or captured and it is established that the same animal responsible for the death of the Patil Abraham Elias Savarachan at Kakkem എന്ന് പറഞ്ഞ് ഈ നിയമത്തിൽ പറയുന്ന കണ്ടീഷൻ 100 കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ഇയാളെ കൊന്ന കാട്ടുപോത്താണെന്ന് ആദ്യം ജാതകമടക്കം എടുത്ത് പരിശോധന നടത്തിയിട്ടേ തോക്കെടുക്കാൻ പറ്റൂ. ഞാൻ അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നും അല്ല. നിയമം അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾ നിയമം അറിയാണ്ട് വ്യാഖ്യാനിക്കേണ്ട. ഐ വിൽ സേ ഞാൻ പറഞ്ഞ നടപടി നടക്കുമ്പോൾ ഞാൻ ഉത്തരവിലെ കണ്ടീഷൻ പറയാണ്. പഞ്ചായത്തിലെ 5 മാന്യ വ്യക്തികളുടെ അഭിപ്രായം തേടുക എന്ന്. അതേപോലെ സമൂഹത്തിലെ 3-4 അറിയപ്പെടുന്ന മാന്യന്മാരായ വ്യക്തികളുടെ മൊഴി എടുത്തതിന് ശേഷം വെടിവെച്ച് കൊല്ലാം. കൂരാച്ചുണ്ടിലോ അല്ലെങ്കിൽ കക്കയത്തോ നാട്ടിലിറങ്ങി ബഹളം ഉണ്ടാക്കി ഇദ്ദേഹത്തെ കൊന്ന കാട്ടുപോത്ത് ഇതാണെന്ന് അവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ മൊഴി കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊല്ലാം. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പോലീസ് പിന്തുടരുന്ന നടപടിക്രമം പിന്തുടർന്നാൽ മതി. അതിന് സുപ്രീം കോടതി വരെ പോകുമൊന്നും വേണ്ട. ഞങ്ങളിതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ നിയമമൊക്കെ വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ ഇത് വെടിവെച്ച് കൊല്ലുക. മാങ്കാവിൽ വെടിവെച്ച് കൊന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് അവർക്ക് റിപ്പോർട്ട് തയ്യാറാക്കണം, ഇത്തരത്തിൽ ആളുകളുടെ മൊഴി എടുക്കണം, എന്നിട്ടത് കോടതി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ ആനക്കാരിയല്ല. പൊളിറ്റിക്കൽ വിൽ പവർ ഉണ്ടെങ്കിൽ ചെയ്യാം. കേന്ദ്രമന്ത്രി തമാശയ്ക്ക് പറഞ്ഞതാ, നിങ്ങൾക്ക് അധികാരം ഉണ്ടല്ലോ ചെയ്യാലോ എന്ന്. ഈ കോഴിക്കോട് 22 നിയമമാണെന്ന് അങ്ങേക്ക് സംശയമുണ്ടോ? ഇത് 1972 നിയമമാണെന്ന് അങ്ങേക്ക് സംശയമുണ്ടോ? 72 2024 വരെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു എന്ന് അങ്ങേക്ക് സംശയമുണ്ടോ? അപ്പൊ 72 നിയമം ഏതെങ്കിലും തരത്തിലൊരു ഭേദഗതി വരുത്തേണ്ടതില്ല എന്നങ്ങ് വാശിയാണ്. എന്തിനാണ് ആ വാശി? അല്ല, 72 നിയമം റോഗ് എലിഫന്റ്, ഒറ്റ ചോദ്യം. 72 നിയമം റോഗ് എലിഫന്റ്സിനെ, റോഗ് ആനിമൽസിനെ, വൈൽഡ് ആനിമൽസിനെ വെടിവെച്ച് കൊല്ലാൻ അനുവാദം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും ഇന്നും വെടിവെച്ച് കൊല്ലുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ഇന്ത്യയിൽ പല ഭാഗത്തും. ഞാനിന്ന് പത്രം വായിച്ചു, പുലികളെ 2023 10-12 പുലികളെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. അതിനെ വരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. റോഗായിട്ട് നാട്ടിലിറങ്ങി ബഹളം ഉണ്ടാക്കുമ്പോൾ. അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറയാ, പൊളിറ്റിക്കൽ വിൽ പവർ വേണം കളക്ടർമാർക്കും. ശരി, ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ CK ശശീന്ദ്രനും സംഷാദ് മരക്കാരും കൂടിയാണ്. രാഷ്ട്രീയ പൊളിറ്റിക്കൽ അതികളാണ്. അവരെ ഇതുവരെ ശരിയാവുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ്, ദൗർഭാഗ്യകരമാണ്. എത്രയും പെട്ടെന്ന് ശരിയായി തരണമെന്ന് ഞാൻ PCR അപേക്ഷിക്കുകയുമാണ്. ചർച്ചയുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി പറയുന്നതാണ്. ശ്രീ ജോസ് ജെ ചെരുവിൽ, 1972 ആ നിയമം അത്രമേൽ ലളിതമാണോ എന്ന് പറഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന് വിചാരിച്ചാൽ ഏത് റോഗ് ജീവിയെയും അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കുന്ന ജീവിയെയും വെടിവെച്ച് അപ്പോൾ തന്നെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലാനും പരുവത്തിൽ പഞ്ചസാര പാലുമുട്ടായ പരുവമാണോ 72 ഉത്തരവ്? ശ്രീ ജോസ് ചെരുവിൽ, സെക്ഷൻ 9 ഉം 10 അടക്കം. തീർച്ചയായിട്ടുമല്ല. 1972 നിയമം, തീർച്ചയായും 1972 നിയമം അനുസരിച്ച് 72 നിയമം പാസ്സാക്കിയ സമയത്ത് ഗെയിം ഹണ്ടിങ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഗെയിം ഹണ്ടിങ്
അതായത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ, ന്യൂസിലൻഡിൽ അവിടെയൊക്കെ ജീവികളെ എണ്ണത്തിൽ കൂടിയാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് കള്ളിങ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയമായ മാർഗ്ഗം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മാർഗ്ഗം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് ഗെയിം ഹണ്ടിങ്. അത് 1991 വരെ ഇന്ത്യയുടെ നിയമപുസ്തകത്തിലുണ്ട്. കേരളത്തിൽ 1978 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റൂൾസ് പാസ്സാക്കിയ സമയത്ത് ചാപ്റ്റർ 3 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഗെയിം ഹണ്ടിങ്ങിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 500 രൂപ, 1000 രൂപ, 2000 രൂപ ഒക്കെ കൊടുത്ത് ഓരോ മൃഗങ്ങളെ വെടിവെക്കുന്നതിന് സൗകര്യം ഉണ്ടായിരുന്നു. 91 ഈ കേന്ദ്ര നിയമത്തിലെ ഹണ്ടിങ് എന്ന് പറഞ്ഞ വാക്ക് എടുത്തു കളഞ്ഞു. പാടില്ല, ഹണ്ടിങ് ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വന്യമൃഗത്തെയും ഇനി മേലാൽ കൊല്ലാൻ പാടില്ല എന്നൊരവസ്ഥ വന്നു. പക്ഷേ ആകെപ്പാടെ പ്രൊവിഷൻ കൊണ്ടുവന്നത് 11A അത് പ്രൊവിഷൻ കൊണ്ടുവന്നു. ഈ വന്യമൃഗം ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കാനായിട്ട്, അതിനെ കൊല്ലാനായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിടാം. പക്ഷേ ഇന്ന് ജയപ്രസാദ് ഇറക്കിയ ഉത്തരവ് പോലെ തന്നെ ഈ വന്യമൃഗമാണോ അത് ചെയ്തെന്നുള്ളത് അദ്ദേഹത്തിന്റെ വന്യ കുറ്റസമ്മതം വഴി രേഖപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടക്കാത്ത ഒരു ഉത്തരവാണ്. ശ്രീ ജോസ് ജെ ചെരുവിൽ, ഇവിടെ കേന്ദ്ര വനമന്ത്രി ഇവിടെ വന്നതാണ്, ഇവിടെ കേന്ദ്ര വനമന്ത്രി വന്നിട്ട് പോയതാണ്. ഇത് 72 നിയമമാണെന്ന് എല്ലാവർക്കും അറിയാം. 72 കഴിഞ്ഞ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഈ വന്യജീവികൾ കാടുകൾക്കകത്ത് പെറ്റുപിരകി നാട്ടിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യനെ കൊല്ലുന്നു. കേരളത്തിലെ മാത്രം പ്രശ്നമാണോ? അല്ല. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശ്നമുള്ളതാണെന്ന് അറിയാം. 72 ആ നിയമത്തിൽ നിന്ന് ഭേദഗതിയെ പറ്റില്ല എന്ന വാശി എന്തിനാകും അപ്പോൾ ശ്രീ ജോസ് ജെ ചെരുവിൽ? നിശ്ചയമായിട്ട് അതുകൊണ്ടാണ് നിശ്ചയമായിട്ട് ഞാൻ പറയുന്നത്. 2007 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റ് വെസ്റ്റേൺ ഗാർഡ്സിന് ലോക പൈതൃകവാദി ലഭിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. അതായത് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. 2012 ഈ അപേക്ഷ അനുവദിച്ചു. അന്ന് കൊടുത്ത ഒരു കണ്ടീഷനാണ്, ഇന്ന് നിങ്ങൾക്ക് സൈറ്റിൽ കയറി ഗൂഗിൾ യുനെസ്കോയുടെ സൈറ്റിൽ കയറി നോക്കി അറിയാവുന്നതാണ്. അന്ന് കൊടുത്ത കണ്ടീഷനാണ് കേരളത്തിലെ ഫോറസ്റ്റുകളൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഫോറസ്റ്റുകളാണ്. ഈ ഫോറസ്റ്റ് ശാസ്ത്രം അനുസരിച്ച് ഐസൊലേറ്റഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്ലീറ്റിംഗ് ഫോറസ്റ്റ് ആണ് പറയുന്നത്. ലോക പൈതൃകവാദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വനങ്ങൾ ഏകീകരിക്കണം. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1.18% മാത്രം വിസ്തീർണമുള്ള ഈ ഭൂപ്രദേശത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IFS ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നത്. ഇവിടെയാണ് 24 വന്യജീവി സങ്കേതങ്ങളുള്ളത്. ആ 24 വന്യജീവി സങ്കേതങ്ങളോ നാഷണൽ പാർക്കുകളോ ഏകീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും വനം വളരുകയില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ആളുകളെ ഒഴിവാക്കണം. ആ ഇടയ്ക്കുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഈ മൃഗങ്ങളെ ജൈവ ആയുധങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കും. മൃഗസംരക്ഷണം എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഇന്നിപ്പോ അടിയന്തര യോഗം ചേരുന്നുണ്ട് വനം വകുപ്പ്. സംസ്ഥാനത്തെ മുഴുവൻ വന്യജീവി ആക്രമണങ്ങളെ കുറിച്ച് യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. വനത്തിനകത്തെ കുളങ്ങൾ, തടയണകൾ, ജലദൗർഭല്യം നേരിടുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഒരു ആധികാരികം, സമഗ്രം എന്ന് തോന്നാവുന്ന കുറെ തീരുമാനങ്ങൾ, എന്ന് പറഞ്ഞാൽ ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കലടക്കം ആധികാരികം തോന്നാൻ കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടായി യോഗമുള്ള ദിവസമാണ്. അതിൽ പറയുന്നുണ്ട് ചൂട് കൂടുന്ന ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം മൃഗങ്ങൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങും. അവിടെ മൃഗങ്ങൾ പെരുകുമ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ മേഖലയിലെ മനുഷ്യനെ ഒഴിപ്പിക്കാനുള്ള ബയോവെപ്പണാണെന്നൊക്കെ പറയുന്നത് കടുത്ത ആരോപണമല്ലേ ശ്രീ ജോസ് ജെ ചെരുവിൽ? നിശ്ചയമായിട്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാശ്മീർ ഉത്തരവാദിത്തോടെ തന്നെ പറഞ്ഞാണ്. കാരണം കേരളത്തിലെ നിയമസഭയിൽ CK ശശി, നമ്മുടെ വനമന്ത്രി പറഞ്ഞു, കേരളത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ 29.5% വനം, നമ്മുടെ വിസ്തൃതിയിൽ 29.5% വനവിസ്തൃതിയുള്ള കേരളത്തിന്റെ വനവിസ്തൃതി 33% എത്തിക്കണം. ഈ 4% എവിടെ ഉണ്ടാവും? ഈ 4% ഉണ്ടാവണമെന്നുണ്ട്. ആ 4% ഉണ്ടാവണമെന്നുള്ള ആഗ്രഹവും ഈ വനങ്ങൾ ഏകവന പദ്ധതി, ആനത്താര പദ്ധതി, ശലഭത്താര പദ്ധതി, ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ വനങ്ങളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ആനത്താര പദ്ധതിയുടെ പിന്നിലുള്ള കള്ളം എന്താണെന്ന് വെച്ചാൽ വനത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആനകൾ സഞ്ചരിക്കും. ആനകൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരു 4-5 ഇരട്ടി ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ പോവുക. ഈ ആനകളുടെ പിന്നാലെയാണ് പോത്ത്, മാന്, അതുപോലെയുള്ള സസ്യഭുക്കുകളായ ജീവികൾ വരുന്നത്. ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് CK ശശീന്ദ്രനിലേക്കും സംശാദ് മരക്കാരിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ വീണ്ടും എത്താം. CK ശശീന്ദ്രൻ, ഇന്നിപ്പോ ഈ കക്കയത്തെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് ഇറങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മയക്കൂടി വെക്കുക, പറ്റുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. നമ്മൾ ഇത്ര നാളും കേട്ടത് എന്താണ്? 1972 വന നിയമം നമ്മളെ ഒന്നിനും അനുവദിക്കുന്നില്ല. 1972 വന നിയമം മാറ്റാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ആ നിയമത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് കേട്ട നമ്മൾ ഇന്ന് കേൾക്കുന്നത് ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരം ഉണ്ടെന്നാണ്. അപ്പോൾ 72 വന നിയമമോ CK ശശീന്ദ്രൻ?
72 വനനിയമത്തിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടേ സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രവർത്തിക്കാൻ കഴിയൂ. ആ ഗൈഡ് ലൈൻ ഇപ്പോൾ തന്നെ ഇറക്കിയ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മൃഗത്തെ തിരിച്ചറിയണം, ഇന്ന കാട്ടുപോത്താണ് ചെയ്തതെന്ന് തിരിച്ചറിയണം. ഒട്ടേറെ കണ്ടീഷനുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജാർഖണ്ഡിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. അവിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ് ബന്ധപ്പെട്ട ആൾക്കാർ. ഇത് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. സുപ്രീം കോടതിയുടെ വിധി 19/2 സുപ്രീം കോടതി അല്ല, ഹൈക്കോടതിയുടെ വിധിയുണ്ട്. 19/2/2024 ഹൈക്കോടതി വിധി പറയുന്നത് കേസ് നമ്പർ 13-204/2021 വിധിയാണ്. അസാധാരണമായ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ വനംവകുപ്പ് അല്ലാതെ റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ കലക്ടർ ഈ അധികാരം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ്. അധികാരം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒട്ടേറെ തടസ്സവാദങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിയമസഭ ഏകകണ്ഠമായി, പ്രതിപക്ഷവും ഭരണപക്ഷവും ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്നതിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ പല കാര്യങ്ങളിലും വലിയ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി കുറേയും കൂടി 72 നിയമം ഉണ്ടാക്കുന്നതിനേക്കാൾ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകി കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. അത് ഉറപ്പായും ചെയ്യേണ്ടതാണ്. പക്ഷേ സി കെ ശശീന്ദ്രൻ, ഈ കക്കയത്തി കാട്ടുപോത്ത് ഒരു സാധു മനുഷ്യനെ കുത്തിക്കൊന്നതിന് ശേഷം മന്ത്രി പറയുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് മയക്കൊടി വെക്കാൻ പോവാണെന്ന് പറയുകയാണ്. നമ്മൾ പെട്ടെന്ന് മയക്കൊടി വെക്കാൻ പോവാണെന്ന് പറയുകയാണ്. അപ്പൊ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന അധികാരപരിധിയിലുള്ള കാര്യമാണത്. നമുക്ക് മയക്കൊടി വെക്കാമല്ലോ. കർണാടകവും കേരളവും തമിഴ്നാടും ഒക്കെ ഈ വിഷയങ്ങൾ നേരിടുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ അങ്ങനെ വെടിവെച്ച് കൊല്ലുകയും ഇവിടെ മാത്രം കൊല്ലാതിരിക്കുന്നു എന്ന് പറയുന്ന രീതിയില്ലല്ലോ. അസാധാരണ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. അത് അസാധാരണ സന്ദർഭം എന്നാണ് ഹൈക്കോടതി തന്നെ വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാനന്തവാടിയിൽ ഒരു ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടിച്ചു, ബന്ദിപ്പൂരിൽ കൊണ്ടുപോയപ്പോൾ അത് ചരിഞ്ഞുപോയി, ആന മരിച്ചുപോയി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഉത്തരവുണ്ടെങ്കിലും ഗൈഡ് ലൈനും നിർദ്ദേശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഗൈഡ് ലൈൻ പാലിക്കാതെ ചെയ്യാൻ കഴിയില്ല നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട്. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെയാണ് ഇന്നിപ്പോ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറങ്ങുന്നത്. നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ല വിഷയം ഞാൻ ഇപ്പൊ നിലവിലുള്ള ഈ ഉത്തരവിന്റെ ഗൈഡ് ലൈൻ പ്രകാരം തന്നെയല്ലേ ഇപ്പൊ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറങ്ങുന്നത്? ഹാഷിം തന്നെ പറഞ്ഞല്ലോ കുറച്ചു നേരത്തെ. ഈ കക്കയത്ത് ഒരു മാസമായി കാട്ടുപോത്ത് പേടിപ്പിക്കുകയാണ് മനുഷ്യരെ. ഈ കക്കയത്തി കാട്ടുപോത്ത് ഒരു മാസമായി അവിടെ മനുഷ്യരെ പേടിപ്പിക്കലാണ്, അവിടെ ടൂറിസ്റ്റുകളെ കുത്തുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യജീവന് ഭീഷണിയാണ്. ഒരാളെ കുത്തിക്കൊന്നപ്പോഴേക്കും തന്നെ മയക്കൊടി വെക്കാൻ എന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണപ്പോ? അല്ല, അസാധാരണ സന്ദർഭങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതല്ലേ കളക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മളെന്തിനാ അത്തരം കാര്യങ്ങൾ? പക്ഷേ ഗൈഡ് ലൈൻ നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല, വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്രയോ ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരായതുകൊണ്ട് അനുഭവത്തിനും കൂടി അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് അതിനകത്ത് രാഷ്ട്രീയം കളത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കേന്ദ്ര വനം മന്ത്രി തന്നെ പറയുകയാണ്, പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര വനം മന്ത്രി തന്നെ വന്നപ്പോൾ പറയുകയാണ് ഇവിടെ ഈ റോഗ് ആനിമൽസിനെ വെടിവെച്ച് കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല, CCF വെടിവെച്ച് കൊല്ലാം എന്ന് പറയുകയാണ്. എന്നാ വനം വകുപ്പ് പറഞ്ഞോ? അത് തെറ്റിദ്ധരിപ്പിക്കലാണ്, തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഇതുവരെ? പറഞ്ഞല്ലോ വനം മന്ത്രി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. വനമന്ത്രി വളരെ വിശദമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയല്ലോ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടിയിട്ട്. ആ സ്റ്റേറ്റ്മെന്റ് എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ ഈ പൊക്കി പിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. 21/2/2000 വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്ഥാന വസ്തുതാവിരുദ്ധം ശശീന്ദ്രൻ കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. അതിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പറഞ്ഞു 10 ലക്ഷം രൂപ കേന്ദ്രം കൊടുക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഇവിടെ ഇരുന്നു. വയനാട്ടിലേക്ക് ആകെ വന്ന 12 ലക്ഷമാണ്, കേരളത്തിലേക്ക് ആകെ വന്ന 80 ലക്ഷം കഴിഞ്ഞ ഒരു വർഷം. അപ്പോൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കണക്കെൻ്റെ കയ്യിലുണ്ട്. ഈ പറച്ചിലും ഇതും തമ്മിൽ യോജിച്ചു പോകണ്ടേ? അതാണ് പ്രശ്നം. 72 നിയമത്തിൽ താങ്കൾ പറയുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഈസിയായി റോഗ് ആനിമൽസിനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരമില്ല. അതിനാദ്യം കാട്ടുപോത്തിന്റെ ജാതകം തിരയണം. ഈ കാട്ടുപോത്ത് തന്നെയാണോ കുത്തിയെന്ന് നോക്കണം. ആനയുടെ ജാതകം തിരയണം. ഈ ആന തന്നെയാണോ ചവിട്ടിയെന്ന് ഉറപ്പിക്കണം. പലയാവർത്തി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തോക്കെടുക്കാൻ പറ്റുള്ളൂ. അതെ, അത് തന്നെയാ വിഷയം. നിങ്ങൾ പറഞ്ഞ 100% ശരി. അനുഭവം അതല്ലേ?
കഴിഞ്ഞ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് ഉദാസീനത എന്താ? തമിഴ്നാട്ടിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു പുലി പോയല്ലോ കഴിഞ്ഞ ദിവസം. ഞാൻ പറയട്ടെ, ഒരാളെ ചവിട്ടിക്കൊന്നല്ലോ. എന്തെങ്കിലും പറയാ. ഈ ഞാൻ പറഞ്ഞില്ലേ, 2023 ഇന്ത്യയിൽ 12ഓളം കടുവകളെ വെടിവെച്ചു കൊന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നാട്ടിലിറങ്ങി മനുഷ്യനെ ആക്രമിച്ച 12ഓളം കടുവകളെ വിവിധ സംസ്ഥാനങ്ങളിലായി വെടിവെച്ചു കൊന്നു. അത് ഈ ആക്ട് പ്രകാരമല്ലേ? നാട്ടിലിറങ്ങി മനുഷ്യജീവൻ അപകടമുണ്ടാക്കിയാൽ വെടിവെച്ച് കൊല്ലാം. അതിവിടെ മുൻപും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നടക്കുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും പറയരുത്. ഇത് അങ്ങനെ ജാതകമൊന്നും നോക്കണ്ട. അതിനൊക്കെ ചില നടപടിക്രമമുണ്ട്. ഇത് 72 നിയമം, ആ നിയമം ഇത്രയും കാലം എന്തുകൊണ്ട് മാറ്റിയില്ല? ആരൊക്കെ ഇന്ത്യ ഭരിച്ചു? മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി ആരൊക്കെ ഭരിച്ചു? എന്നിട്ട് എന്തേ മാറ്റിയില്ല? സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസനൊപ്പം നിൽക്കുന്ന ഈ സർക്കാർ മാറ്റിക്കൂടെ? അല്ലെങ്കിൽ അധികാരത്തിന് വരുവോ ചെയ്തല്ലോ? ഇല്ല സർ, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസായി നിൽക്കുന്ന ഈ സർക്കാർ മാറ്റിക്കൂടെ? അറ്റ്ലീസ്റ്റ് ഈ വേദന കാണുന്ന സംസ്ഥാന BJP ആവശ്യപ്പെടുവോ? ആ നിയമം ഒന്ന് ഭേദഗതി ചെയ്യണം സാറിന് ആവശ്യപ്പെടുവോ? ഇറങ്ങിയാൽ നടക്കുന്ന കാര്യം പാർലമെന്റ് സമ്മേളനം കൂടി നിയമം പാസ്സാക്കൊന്നും വേണ്ട. കലക്ടർക്കോ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് കൺസർവേറ്ററോ ഉത്തരവിറക്കുക. അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പല ഭാഗത്തും ഇന്നും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ കാട്ടിനുള്ളിൽ സ്വാഭാവിക വനം വെച്ച് പിടിപ്പിക്കാനും ജലസ്രോതസ്സുകൾ ഉണ്ടാക്കാനും 77 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുത്തില്ലേ? 77 കോടി രൂപ കൊടുത്തില്ലേ? ഈ എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ ഞാൻ പറയാം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു കരടി വന്ന് കിണറ്റിൽ വീണു. ഞാൻ അവിടുത്തെ ആളുകളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കാട്ടിൽ ഒരു തുള്ളി വെള്ളമില്ല, അതുകൊണ്ടാണ് നാട്ടിലിറങ്ങിയത്. ഈ തേക്കും യൂക്കാലിയും അക്വേഷ്യയും വെച്ച് പിടിപ്പിച്ചതാൽ കുഴപ്പമുണ്ടായത്. ബ്രിട്ടീഷുകാർ യുദ്ധക്കപ്പൽ ഉണ്ടാക്കാനുള്ള മരം കിട്ടാൻ വേണ്ടിയാണ് തേക്ക് വെച്ച് പിടിപ്പിച്ചത്. തേക്ക് വെച്ച് പിടിപ്പിച്ചാലുള്ള തകരാറെന്താ? ഇത് മൃഗങ്ങൾക്ക് തീറ്റയാവില്ല, ആനയ്ക്കോ കാട്ടുപോത്തിനോ തീറ്റയാവില്ല. ഇതിന്റെ ഇല വീണിട്ട് പുല്ല് മുളക്കില്ല, മാനുണ്ടാവില്ല. മാത്രവുമല്ല, ദക്കാൻ പീഠഭൂമിയിൽ നിന്ന് അടിക്കുന്ന ഉഷ്ണക്കാറ്റിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം അതിന്റെ ഇല നെറ്റ് പോലെയാവും വേനൽക്കാലമായാൽ. ഇത് സ്വാഭാവിക വനമല്ല. മുളകളും ഈറ്റയും മറ്റ് സ്വാഭാവിക വനം ഉണ്ടെങ്കിൽ ആനയ്ക്ക് അവിടെ തീറ്റ കിട്ടും, ആന നാട്ടിൽ വരില്ല. അതോടൊപ്പം അതിന്റെ ഇല വീണിട്ട് പുല്ല് മുളയ്ക്കാത്ത അവസ്ഥ വരില്ല. അപ്പൊ പുല്ല് മുളയ്ക്കുമ്പോൾ മാനുണ്ടാവും. മാനു പെറ്റു പെരുകിയാൽ കടുവയ്ക്ക് അവിടെ ഭക്ഷണം കിട്ടും. ഇത് കിട്ടാത്തതിനെ കൊണ്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് വയനാട് ഉൾപ്പെടെയുള്ള കാടുകളിൽ നിന്നും തേക്ക് ഒഴിവാക്കണം, ഈ മുക്കാലി ഒഴിവാക്കണം, സ്വാഭാവിക പിടിപ്പിക്കണം. ശ്രീ സംഷാദ് മരക്കാർ, ഇവിടെ ഈ പറയുന്ന കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചോ അത് സംസ്ഥാനത്തിന് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് ഈ പറയുന്ന വയനാട്ടിലെ, താങ്കളുടെ നാടായ വയനാട്ടിലെ അടക്കം, ഇടുക്കിയിലടക്കം, നേര്യമംഗലത്തടക്കം, കക്കയത്തടക്കം ഉള്ള മനുഷ്യരോട് പോയി പറയാൻ പറ്റില്ല. അവരുടെ ഉറ്റവർ നിരന്തരം നാട് വിട്ട് അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോകുന്ന വേദനയിൽ നിൽക്കുന്നവരാണ്. ഇന്നിപ്പോൾ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. അവിടെ സംസ്ഥാനത്തെ മുഴുവൻ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. വനത്തിനകത്തെ കുളങ്ങൾ, തടയണകൾ, ജലദൗർലഭ്യം നേരിടുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എല്ലാ സർക്കിളുകളിലും വനം, റവന്യൂ, പോലീസ് വകുപ്പുകൾ ചേർന്നുള്ള കമാൻഡ് കൺട്രോൾ സെന്ററുകൾ തുടങ്ങുന്നുണ്ട്. ജനജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്ത് ബന്ധപ്പെട്ട പഞ്ചായത്തുകളുമായി ചേർന്ന് ഫലപ്രദമായ ആസൂത്രണം നടപ്പാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ശരിയായ ഒരു ഡയറക്ഷനിലേക്ക് മരണം ഇത്രയായിട്ട് അല്പം വൈകിയാണെങ്കിൽ കൂടിയും സർക്കാർ പോയി എന്ന് വിലയിരുത്താൻ കഴിയുമോ? സംഷാദ് മരക്കാർ. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളാണ് ആഷ്മി പറഞ്ഞതെന്ന് മനസ്സിലായി. അതെ, ഇപ്പോഴാണ് ഒരു ദുരന്തമായൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കും ഇത് മനസ്സിലായത് എന്നുള്ളതാണ്. വയനാട് ജില്ലയടക്കം ഈ 2024 8ഓളം ആളുകൾ, 2024 തുടങ്ങിയിട്ട് 2 മാസം കഴിയുമ്പോഴേക്കും 8 ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് വന്യമൃഗ ആക്രമണത്തിൽ. സംസ്ഥാന ദുരന്തമായി വന്യജീവി ആക്രമണത്തെ അല്ല പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനാണ് ആദ്യം നടപടി സ്വീകരിക്കേണ്ടത്. ഇപ്പം ആഷ്മി പറഞ്ഞതുപോലെ 1972 നിയമവും കലക്ടറുടെ ഉത്തരവും ഒന്നും മലയോര മേഖലയിലെ ജനങ്ങളോട് ഇനി പറയാൻ പറ്റില്ല. ദിവസവും ആളുകൾ മരണപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രദേശത്ത് പോയി നമുക്ക് ഈ നിയമമുണ്ട്, നിയമത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഒരാളും അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു ഗുരുതരമായ കാര്യം പറയാം. 2 ഉദാഹരണം ഞാൻ പറയും. ഒന്ന്, പടമലയിൽ അജീഷിനെ ആന ആക്രമിച്ചു കൊല്ലുന്നത് ഏകദേശം രാവിലെ 7:30 ഒരു ഉത്തരവ്, ആ ആനയെ കൊല്ലണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആനയെ മയക്കുവെടി വെച്ചെങ്കിലും ഒന്ന് മാറ്റാനുള്ള ഉത്തരവിന് വൈകുന്നേരം 4:30 മണി വരെ
തെരുവിൽ സമരം ചെയ്യേണ്ടി വന്ന് ബോഡി എടുത്തുകൊണ്ട് റോട്ടിൽ വെച്ച് സമരം ചെയ്തിട്ടാണ് ഉത്തരവുണ്ടാക്കി തരുന്നത്. ഈ വനം വകുപ്പ് മന്ത്രി, ഈ വനം വകുപ്പിൽ ഉദ്യോഗസ്ഥർക്കും ഈ മരണം അറിയാം, അവിടുത്തെ പ്രതിസന്ധി അറിയാം. എന്തുകൊണ്ട് ഉത്തരവ് നേരത്തെ ഇറക്കിയില്ല? ഇനി പ്രജീഷിന്റെ മരണം, കടുവ ആക്രമിക്കപ്പെടുന്നത് വൈകുന്നേരം 4 മണിക്ക്, രാത്രി 8 മണിക്ക് ബോഡി കണ്ടെത്തുന്നു, നമ്മൾ ബോഡി ആശുപത്രിയിലേക്ക് മാറ്റുന്നു, രാവിലെ 10 മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ സമരത്തിലാണ്. തൊട്ടടുത്ത ദിവസം ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ടേബിളിൽ വെച്ച് സമരം ഇരുന്നിട്ടാണ് ഉത്തരവ് തരുന്നത്. ഓരോ ഉത്തരവിനും സമരം ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ആളുകളായി ഈ മലയോര മേഖലയിലെ ജനത മാറുകയാണ്. ഇത് കേന്ദ്രമന്ത്രി വന്ന യോഗത്തിൽ ഞാൻ ഉന്നയിച്ചതാണ്, എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് തരാൻ വൈകുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി, നിങ്ങൾ ഒരു ഇമെയിൽ അയക്കാൻ എത്രയാണ് താമസം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ്. അതാണ് ഒരു ഉത്തരവിന്റെ കാലതാമസം എന്നാണ് പറയുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, അവരാരും ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു കലക്ടർക്ക് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ കൂട് വെക്കാൻ ഉത്തരവ് കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ സമരം ചെയ്യേണ്ട ഒരു ജില്ലയിൽ നിങ്ങളിത് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഈ ഉത്തരവ് കാത്ത് ജനം നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു അവർക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവർ ചെയ്യട്ടെ എന്ന്. ആ മന്ത്രി പോയതിനു ശേഷം ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുകയാണ് കടുവയുടെ പ്രശ്നത്തിൽ NTC ആക്ടിന്റെ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്ന് പറയാം. ഈ പ്രശ്നങ്ങൾ ഇനി പറയാൻ പറ്റില്ല, ഇതിനകത്ത് നടപടികൾ ഉണ്ടാവുക എന്നുള്ള. ആ നടപടിക്ക് IPCR പ്രകാരം കലക്ടർക്ക് ഉത്തരവിടാൻ പറ്റുമോ? ചെയ്യണം. ഇനി വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാൻ പറ്റുമോ? ചെയ്യണം. ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തോടുകൂടി സർക്കാർ ഇവർക്കൊരു ധൈര്യം കൊടുക്കണം, ഈ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുണ്ട് കൂടെ എന്ന്. വയനാട്ടിൽ ഇട്ടിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 1987 മാരാപ്പാണ്ഡ്യൻ ഉത്തരവിട്ട് ആനയെ കൊന്നിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് നൂൽപ്പുഴയിൽ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പൊ ഉത്തരവുകൾ ഇടാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുകയും അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്. ഇനി ജനത്തിനടുത്ത് നമ്മൾ നിയമവും ഈ നിയമത്തിന്റെ സാങ്കേതികത്വവും ഈ നിയമത്തിന്റെ കുരുക്കും പോയി പറഞ്ഞാൽ ഒരു ജനവും ഇത് കേൾക്കാൻ ഒരു താല്പര്യമില്ല. അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? മന്ത്രിസഭാ യോഗത്തിൽ അവിടെ താമരശ്ശേരി ബിഷപ്പ് എന്ന് പറയുകയാണ്, നിങ്ങൾ വനം വകുപ്പിന് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാറി നിൽക്ക്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ഈ പറയുന്ന റോഗായി ഇറങ്ങുന്ന അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ മനുഷ്യജീവന് ഭീഷണിയായി നിൽക്കുന്ന കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുകയാണ്. ജനം നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഗതികെട്ട് ഏത് സമയം കൊല്ലപ്പെടാം എന്ന അവസ്ഥയിലാണ് അവർ ആ മേഖലയുള്ളത്. തീർച്ചയായും ആളുകളുടെ ഒരു പ്രയാസം മനസ്സിലാക്കണ്ടേ? ആളുകൾക്ക് ഈ പ്രതിസന്ധി കാലത്ത് നിൽക്കുകയാണ്, ആളുകൾ അത്രയും വൈകാരികമായി നിൽക്കുകയാണ്. ഇപ്പം ഞാൻ കൽപ്പറ്റയിലാണുള്ളത്. കൽപ്പറ്റയിൽ കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിലേക്ക് നടന്നു പോയ കുട്ടിയെ കാട്ടുപന്നി ആക്രമിച്ചു. ആ കുട്ടിയെ എടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചു. കുട്ടി ഇപ്പോൾ വീട്ടിലാണ്, സ്കൂളിൽ പോവാണ്. രാവിലെ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പാല് കൊടുക്കാൻ പോകാൻ കഴിയുന്നില്ല, വൈകുന്നേരം വൈകി വീട്ടിലെത്തുമ്പോൾ പേടിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലിലും കണ്ടു കാണും, ബത്തേരി റൂട്ടിലൂടെ പോകുമ്പം റോഡ് ക്രോസ് ചെയ്ത് കടുവ പോകുന്നു, ഫോറസ്റ്റുകാർ വരുന്നു, ടോർച്ച് അടിക്കുന്നു, പരിശോധിക്കുന്നു, പോകുന്നു. പിന്നെ മന്ത്രിസഭാ തല തീരുമാനങ്ങൾ, ആശ്മീയ തീരുമാനങ്ങൾ നോക്കിക്കോളൂ. ഈ തീരുമാനങ്ങളിൽ പല ആവശ്യങ്ങളും വയനാട്ടിൽ നിന്നുള്ള ജനപ്രതികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കി. അതിലും ഏറ്റവും ഗതികേട് എന്ന് പറയുന്നത് എൻ്റെ ജില്ലയിലാണ്. കാരണം ഈ ജില്ലയിൽ അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ജില്ലയുടെ ചുമതലയുള്ള വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. ഒരു ഗുണവുമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടവും തെളിയിച്ച AK ശശീന്ദ്രൻ പിന്നെയും ഈ ജില്ലയുടെ ഈ സമിതിയുടെ അധ്യക്ഷനാവുകയാണ്. അതിനു വെച്ച് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക, ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ. അപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, ഇപ്പൊ ജനജാഗ്രത കമ്മിറ്റി ഉണ്ടാക്കുക. ഇതൊന്നും ഇതിന് താൽക്കാലികമായി പ്രതിസന്ധിയില്ല. നമ്മുടെ കാടിന്റെ അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരണം. അതിനെന്താണ് സർക്കാരിന്റെ പ്ലാൻ? നമ്മൾ വനവും വന്യജീവികളും മനുഷ്യരും തമ്മിൽ വേർതിരിക്കുന്ന സംവിധാനം വേണം. അതിലെന്താണ് സർക്കാരിന്റെ പ്ലാൻ? അത് രണ്ടും പറയട്ടെ. 40 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വന്യജീവി ശല്യം പരിഹരിക്കാൻ വെച്ചത്. അതിൽ വയനാടിന് കിട്ടുന്ന എത്ര രൂപയുണ്ട്? പിന്നെ BJPയുടെ പ്രതിനിധിയാണ് പറഞ്ഞു തോന്നുന്നു 77 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് നിങ്ങളുടെ കേന്ദ്രമന്ത്രി വന്ന യോഗത്തിൽ ഞങ്ങൾ ചോദിച്ചതാ. 12 ലക്ഷം രൂപയാണ് വയനാടിന് കേന്ദ്രം തന്നിരിക്കുന്ന പൈസ. 12 ലക്ഷം, 3 ലക്ഷം വെച്ചൊക്കെ ഓരോ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക്. ഇതിൽ കൂടുതലൊന്നും തന്നിട്ടില്ല. പണം വേണ്ട സ്ഥലത്ത് പണം വേണം. ഇനി പണത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രതിസന്ധി പറയും.
ഒരു ഗവൺമെന്റ് ഉത്തരവുണ്ടല്ലോ, ഏകവിള തോട്ടങ്ങൾ ഇനി ഉണ്ടാക്കില്ല. ശ്രീ ജോസ് ചെരുവിൽ പറഞ്ഞു വരികയായിരുന്നു. ശ്രീ ജോസ് ചെരുവിൽ ഇവിടെ ബാക്കി എല്ലാ പരിഹാരത്തിനപ്പുറം ചൂടുകാലമാണ്. ഇനിയും വരുന്ന മാസങ്ങളിൽ കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങാൻ പോകുന്നു. കൂട്ടത്തോടെ ഞങ്ങൾ കണ്ണി കാണുന്ന മനുഷ്യരൊക്കെ കൊല്ലാൻ പോകുന്നു. ദിവസം വെച്ചെന്നോണം 2-3 മനുഷ്യരുടെ മൃതശരീരം കാണേണ്ട ഗതികേടിലേക്ക് കേരളം പോകാൻ പോകുന്ന അവസ്ഥയിൽ അടിയന്തരമായ പരിഹാരം എന്നുള്ളത് എന്താണ്? അവിടെ കാട് നിറഞ്ഞ വന്യമൃഗങ്ങൾ പെരുകി നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വെടിവെച്ച് കൊല്ലുക എന്നത് മാത്രമാണ് പരിഹാരം. അപ്പോൾ ഉണ്ടാവുന്ന എന്താണ്? ഇപ്പോൾ കാട്ടുപോത്തിന് ജാതകം തെരഞ്ഞ് ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ പേടിച്ച് മുള്ളി അല്ലെങ്കിൽ പേടിച്ച് വിറച്ച് ഉത്തരവിട്ടാൽ അത് നടക്കില്ല. അത് യഥേഷ്ടം ചെയ്യേണ്ടി വരും. അതിന് 72 നിയമം നടക്കില്ല. അതിന് സർക്കാരിൻ്റെ ഈ കളക്ടറുടെ പ്രത്യേക അധികാരം നടക്കില്ല. പരിഹാരം എന്താണ് ജോസ് ചെരുവിൽ? ഈ 1972 നിയമത്തിന് ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റാണ്. 2022 നിയമം മാറി. 2022 അതിൻ്റെ അമെൻമെൻറ്റ് പാസ്സാക്കി. അമെൻമെൻറ്റ് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയിലെ എല്ലാ MP-മാർക്കും അതിന് മറുപടി പറയാൻ അവസരം ഉണ്ടായിരുന്നു. ആളുകൾക്ക് മറുപടി പറയാൻ അവസരം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഉണ്ടായ MP-മാരിൽ ആകെപ്പാടെ അഭിപ്രായം പറഞ്ഞത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ആ സമയം എന്ന് പറയുന്നത് 2022 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപന്നികളുടെ കേരളത്തിൽ വിളയാടിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം അഭിപ്രായം എഴുതി കൊടുത്തു, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കരുത്, ക്ഷുദ്രജീവി പട്ടിക മാറ്റണം. ഹാഷ്മി ഓർക്കുന്നുണ്ടാകും, ആ കാലത്ത് ക്ഷുദ്രജീവി നാലാം പട്ടികയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് കേന്ദ്രം കേരളം കേന്ദ്രത്തിലേക്ക് എഴുതുന്നു. കേന്ദ്രം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചത്. ജോസ് ചെരുവിൽ ഇന്നത്തെ യോഗത്തിലും വീണ്ടും ആവശ്യപ്പെടാൻ തീരുമാനമുണ്ട് കേട്ടോ. അതിനാവശ്യമായ ഈ പറയുന്ന സാധനം വീണ്ടും ആവശ്യപ്പെടാൻ ഇന്നത്തെ യോഗത്തിന് തീരുമാനം എന്താണ്? ഇന്നത്തെ യോഗ തീരുമാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒന്ന് വായിച്ചു നോക്കണം അത്. എന്നാലും അതെ ഇതിനാവശ്യപ്പെടുന്ന സമയത്ത് അന്ന് ആദ്യകാലത്ത് കാട്ടുപന്നിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇറക്കി ഉത്തരവ് ശ്രദ്ധയോ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാട്ടുപന്നി ഗർഭിണിയാണോ, കാട്ടുപന്നി തിരിഞ്ഞ് അക്രമകാരിയോ സ്വഭാവിയാണോ, അങ്ങനെ പല കാര്യങ്ങളും പരിശോധിച്ച് മുലയൂട്ടുന്ന കാട്ടുപന്നിയാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ കാട്ടുപന്നിയെ ഉത്തരവിടാൻ വെടിവെക്കാൻ അന്ന് സാധിക്കുള്ളായിരുന്നു. പിന്നീട് ആ ഉത്തരവുകൾ ജനപ്രതിനിധികൾക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്ക് അധികാരം കൈമാറിയപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കാട്ടുപന്നിയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ക്രിമിനൽ നടപടി നിയമം 133(1)F അനുസരിച്ച് കളക്ടർക്ക് അധികാരമുണ്ട്. കളക്ടർ എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടത്തിലെ കളക്ടർ എന്ന് പറയുന്ന ആൾ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ആളാണ്. അസാധാരണ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അസാധാരണ സാഹചര്യം? ഒരു മനുഷ്യജീവൻ പോകുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒരു മനുഷ്യജീവന് ഭീഷണി ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു സ്ഥലത്ത് മനുഷ്യൻ ജീവഭയത്തോടെ താമസിക്കണം. ഇതിന്റെ മാതൃനിയമം അങ്ങനെ ശക്തമായി മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ, ഇപ്പൊ ഇതിന്റെ മാതൃനിയമം ശ്രീ ജോസ് ചെരുവിൽ, ഇതിന്റെ മാതൃനിയമം അങ്ങനെ മാറ്റമില്ലാതെ ശക്തമായി നിൽക്കുമ്പോൾ പിന്നീടുണ്ടാവാനിടയുള്ള നിയമവ്യവഹാരങ്ങളെ പറ്റി ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാവില്ലേ? അതാവില്ലേ അവർക്ക് ആ ഉത്തരവിൽ? ഇപ്പം മാരപാണ്ഡ്യനും കൈവറയ്ക്കാതെ ഒപ്പുവെക്കാൻ പറ്റിയെങ്കിൽ എല്ലാ കളക്ടർമാർക്കും കൈവറയ്ക്കാതെ ഒപ്പുവെക്കാൻ പറ്റുമോ അതിനകത്ത്? ഒറ്റ മിനിറ്റ്, ഞാൻ എത്താം ശ്രീ ജോസ് ചെരുവിൽ. ശ്രീ ഷിയാസ് കൂടി ചേർന്നു. ഒറ്റ മിനിറ്റ് ശ്രീ ജോസ് ചെരുവിൽ, ഞാൻ ഇപ്പോൾ എത്താം. എറണാകുളം DCC അധ്യക്ഷൻ ശ്രീ ഷിയാസ് കൂടിയുണ്ട്. ഇതുപോലെ ഒരു അസാധാരണ സാഹചര്യത്തിലെ സമരത്തിന്റെ പേരിൽ ഒന്നിന് പിന്നാലെ പല കേസുകൾ കൂടി എത്തി. ഏറ്റവും ഒടുവിലും കോടതി ജാമ്യം അനുവദിച്ച് നിൽക്കുകയാണ്. ഷിയാസ് കഴിഞ്ഞോ? കോടതിയിൽ നിന്ന് ഇറങ്ങിയോ? കോടതിയിൽ നിന്ന് ഇറങ്ങിയോ ആഷ്മി പറഞ്ഞോളൂ. എന്താണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്? എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വന്യജീവി മേഖല സംഘർഷമാണ്. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നതാണ്. കേന്ദ്ര സർക്കാർ ചെയ്യാൻ കഴിഞ്ഞ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു മനുഷ്യരുടെ സമരം, ഇപ്പോൾ ആ സമരം അതിരുകടന്നതാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അല്പം അതിരുകടന്നു എന്നൊരു നിലപാട് എനിക്കുണ്ട്. അസാധാരണ സാഹചര്യത്തിൽ ചിലപ്പോൾ സമരം അതിരുകടക്കുകയും ചെയ്യും. അതും ജനാധിപത്യത്തിന്റെ കാഴ്ചയാണ്. ശ്രീ ഷിയാസ്, ഇന്നിപ്പോൾ കോടതിയിൽ ഉണ്ടായത് എന്താണ്? താങ്കളെ ഒരു ദിവസമെങ്കിലും പിടിച്ചകത്തിടാൻ ഒരു പരമാവധി വ്യഗ്രത പോലീസിനുണ്ടായിരുന്നു ഇന്ന്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഉപജാപക സംഘത്തിന്റെ തീരുമാനങ്ങളല്ലേ, അത് നടക്കട്ടെ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വയോധികയെ 70 വയസ്സിനോടടുത്ത ഒരു വയോധികയെ ആന ചവിട്ടിക്കൊണ്ടിരുന്നു. അവർ നിരന്തരം അതിന്റെ 3 ദിവസക്കാലം മുമ്പ് അവര് ഫോറസ്റ്റ് ഓഫീസർമാരോട് പറഞ്ഞതാണ് ഇവിടെ ആനശല്യമുണ്ടെന്ന്. അത് അവർ കേട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവർ മരണപ്പെട്ടു. നിരന്തരം മരണങ്ങളാണ്. അവർ കൃഷിയിടത്തിൽ കൃഷി നടത്താൻ പോലും സാധിക്കുന്നില്ല. വെറും പാവപ്പെട്ടവരാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്. നമ്മുടെ നേര്യമംഗലത്തോട് ചേർന്ന് ഞങ്ങളുടെ ജില്ലയുടെ അതിർത്തിയാണ്, ഇടുക്കി പ്രദേശമാണ്. പക്ഷെ അതെല്ലാ കാര്യത്തിനും കോതമംഗലത്താണ് വരുന്നത്. എത്ര കുടുംബങ്ങളാണ് അവിടെ നിന്ന് വിട്ടുപോയത്? ഒരു നിവർത്തിയില്ലാത്ത ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഇവരുടെ ഈ വിഷയം എത്ര കാലമായി, 10-12 കൊല്ലമായി ഈ വിഷയം നിലനിൽക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു
മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു സമീപനം പോലും ഇല്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് ആരോട് പറയേണ്ട? സർക്കാരിനോടല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലോടും പറയാൻ പറ്റും? ഇത് കേൾക്കാത്ത ആളുകളോട് നമ്മൾ സമരം ചെയ്യാതെ വേറെ എന്ത് മാർഗമാണ്? ആ കുടുംബത്തിലെ അവരുടെ മരണപ്പെട്ട ആളുടെ ഭർത്താവും അതുപോലെ തന്നെ അവരുടെ മകനും നിങ്ങൾ ഏത് രീതിയിലാണോ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു. ഞങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ട്. അതുപോലെ ആ മൃതദേഹവുമായി ഞങ്ങൾ ആ പട്ടണത്തിൽ, കോതമംഗലം പട്ടണത്തിൽ വന്ന് സമരം ചെയ്തത് അത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണത്. ആ പ്രദേശത്ത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് കുടുംബം ആഗ്രഹിച്ചത്. അവരുടെ മനസ്സതായിരുന്നു. മരണപ്പെട്ട ദുഃഖമുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഇത് ആർക്കെങ്കിലും എന്റെ അമ്മയുടെ മരണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആ കുടുംബം ആഗ്രഹിച്ചിട്ട് അതിനെങ്ങനെയാണ് സർക്കാർ നേരിട്ടത്? വളരെ മോശമായി. പോലീസ് വന്ന് ആ പന്തൽ ഇടിച്ച് തകർത്ത് ആ ഫ്രീസറിൽ കിടത്തിയ അവരുടെ മൃതദേഹം വലിച്ചഴച്ചുകൊണ്ടാ പോയത്. വലിച്ചഴച്ചുകൊണ്ടുപോയി. ഒരു മൃതദേഹത്തോട് ഇങ്ങനെ യാതൊരു ആദരവും പ്രകടിപ്പിക്കാതെ അനാദരവ് കാണിക്കാൻ എങ്ങനെയാ പോലീസിന് കഴിയുക? രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് കയർക്കുന്നുണ്ട്, നിങ്ങൾ അനാദരവ് കാണിച്ചു എന്ന്. ഞങ്ങൾ ആ കുടുംബത്തിന്റെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മൃതദേഹവുമായി പോയിരുന്ന് ജനങ്ങൾ സമരം ചെയ്യുന്നത്. അതൊരു ജനകീയ വിഷയമായതുകൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നടക്കുന്നത്. ആദ്യമായിട്ടല്ല നടക്കുന്നത്, എത്രയോ സ്ഥലങ്ങളിൽ നടന്നു. അനാദരവ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ കേസെടുത്തു. ഒരു കേസല്ല, ആദ്യം 2 കേസെടുത്തു. ഇന്ന് കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ഇതുപോലെ ഇത് കാട്ടാനയാണ്, കാട്ടുപോത്താണ്. കാട്ടുപോത്തിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഈ പോലീസിന്റെ ഇടപെടൽ ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ സമരമല്ലേ, ആ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. മറ്റ് ഇന്നത്തെ മുഖ്യധാര വിഷയങ്ങളിൽ നിന്നെല്ലാം ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ വിഷയങ്ങളാണ്. ആ സമരത്തെ നേരിട്ടതും ആ സമരത്തിന് തുടർച്ചയെന്നോണ്ട് ഉപവാസ പന്തലിരുന്ന ആളുകളോട് ഇടപെട്ടതും ഞങ്ങൾക്കെതിരെ 2 കേസെടുത്തു. 2ലും അർദ്ധരാത്രിയിൽ ഞാൻ ആ സമരപ്പന്തലിന്റെ മുമ്പിലുള്ള ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. എന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ അരമണിക്കൂർ മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അഡീഷണൽ SP-യും അതുപോലെ CI-യുമായി സംസാരിച്ചിട്ട് പോകുന്ന ആളാണ് ഞാനും മാത്യു കുഴൽനാടനും. അപ്പൊ അവിടെ വെച്ച് പറയായിരുന്നു എനിക്കെതിരെ കേസെടുത്ത് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. ശരി, എന്തായാലും അതിന് തുടർച്ചയിൽ ഇന്ന് പരമാവധി കേസ് ഒന്നിനു പിന്നാലെ ഒന്നാ പോലീസ് കൊണ്ടുവരുന്നത് കണ്ടു. അതും ഈ പറഞ്ഞ സമരത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. പക്ഷേ ആ സമരം കുറച്ച് അതിരുകടന്നാണെന്ന് ഞാൻ പറയും. പക്ഷേ അതിരുകടന്നാണെങ്കിലും ആ സമരത്തിൻ്റെ ഒരു കോസ് ഉണ്ടായിരുന്നു. ആ കോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാലങ്ങളായി ഒരു മേഖല അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരലാണ്. സമരം തുടരൂ ഷിയാസ്. ഈ പറയുന്ന കേസും പോലീസും ഇന്ന് കണ്ട വ്യവഹാരങ്ങളൊക്കെ അതിൻ്റെ വഴിയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് അറിയാത്തതല്ലോ. ഞാൻ തിരികെ വിശദമായ CK ശശീന്ദ്രൻ്റെ മറുപടിക്കായി ഇടവേളയ്ക്ക് ശേഷം. CK ശശീന്ദ്രൻ ഇന്നും മറ്റാരുമല്ല, ഇന്ന് നമ്മുടെ MM മണിയാശാൻ പറയുകയാണ് ആ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വനം വകുപ്പും സർക്കാരും സംരക്ഷണം നൽകണം എന്ന് പറയുന്നത് MM മണിയാണ്. ഇപ്പോൾ ഈ 72-ലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഈ പറയുന്ന കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ പരിമിതമായ അധികാരത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളില്ലേ CK ശശീന്ദ്രൻ? ഇപ്പോൾ വന്യമൃഗശല്യത്തിനെതിരെ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം, അത് നടപ്പിലാക്കാം, ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ട വിധത്തിൽ അത് ചെയ്തോ? ഇപ്പോൾ വരെ നഷ്ടപരിഹാരം 50 ലക്ഷമാക്കണമെന്ന് ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. അതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ വനത്തിലധികമുള്ള മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കേരളത്തിന് പുറത്ത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കുറവുള്ള മറ്റു വനങ്ങളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന് കത്തെഴുതാവുന്നതാണ്. 620 കോടിയുടെ പദ്ധതിക്ക് നമ്മൾ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കാതെ ഇപ്പോൾ ഇന്ന് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കാൻ തീരുമാനിച്ചില്ലേ? അത് നേരത്തെ ചെയ്യാവുന്നതല്ലേ? നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തിലേക്ക് നോക്കി എന്നിട്ട് കാര്യമുണ്ടോ CK ശശീന്ദ്രൻ? നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ പലതും ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞല്ലോ വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം, അതിന് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണം. നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു വന്യമൃഗത്തെ കാട്ടിൽ നിന്ന് മൃഗശാലയിലേക്ക് അയക്കണമെങ്കിൽ പോലും എന്തെല്ലാം നിബന്ധനകളുണ്ട്, കുറേ നിബന്ധനകളുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇതെല്ലാം കേരള നിയമസഭ ഏകകണ്ഠമായി കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിരിക്കുകയാണ്. അതിൽ മാത്യു കുഴൽനാടൻ MLA ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അറിയാമല്ലോ. അപ്പൊ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് കേരളത്തിന് പുറത്ത് വന്യജീവികൾ കുറവുള്ള വനത്തിലേക്ക് ഈ മൃഗങ്ങളെ മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തെഴുതണം. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം പരസ്പരം എഴുത്തുകുത്തുകളും കാര്യങ്ങളും ഇവിടുത്തെ സ്ഥിതിവിശേഷമൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനെല്ലാം മാറ്റം വരണം. യാത്ര വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പം കർണാടകയിൽ ഇപ്പം വനവകുപ്പ് മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഷിയാസും എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഷംസാസും മരിക്കാരും പറഞ്ഞു. ഇന്നലെ അവിടെ ആന ചവിട്ടിയിട്ട് ഒരാൾ മരിച്ചല്ലോ. കർണാടകയിൽ നിന്ന് 2 ആന ഇങ്ങോട്ട് വന്നല്ലോ. അതുകൊണ്ട് കർണാടകയിലെ വനവകുപ്പ് മന്ത്രി രാജിവെക്കണം, അയാൾ ഒന്നിനും കൊള്ളാത്തതെന്ന് പറയാൻ കഴിയുമോ? ഈ പരിസ്ഥിതി അങ്ങനെയൊന്നും ഞങ്ങളാരും ബാലിശമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നേ ഇല്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ശരിയല്ല. ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെല്ലാം അതിൻ്റെ പോരാട്ടത്തിലാണ്, പ്രക്ഷോഭത്തിലാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ LDF നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തവരാണ് ഞങ്ങളൊക്കെ. എന്തിനാണ് സംസ്ഥാനം തീരുമാനിക്കാവുന്നേ ഉള്ളൂ സർ. ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി സമരം ചെയ്യേണ്ട കാര്യമില്ല. അത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതാണ് 50 ലക്ഷം ആക്കുന്നത്. അല്ലെങ്കിലും കേന്ദ്രം 10 തരൂ, അല്ലെങ്കിൽ കേന്ദ്രം ഒരു ചെറിയ തുക അല്ലെങ്കിലും തരൂ. ഇപ്പം മഹാരാഷ്ട്രയിൽ എത്രയാണ്? 20 ലക്ഷം ആവുന്നത് സംസ്ഥാനത്തിന്റെ പണം കൂടി ചേർത്ത് കൊടുക്കലാണ്. സിക്ക് എന്തോ ചെറിയ കൺഫ്യൂഷൻ. ഇപ്പോൾ 1 മിനിറ്റ്. ശ്രീ VP ശ്രീപത്മനാഭൻ ഇവിടെ 1 മിനിറ്റ്. സിക്കെ പറഞ്ഞു കൊടുത്തേക്കുള്ളൂ. തുടങ്ങിയ 8 സ്കീമുകളിൽ തന്നിരിക്കുന്നത് 12.73 കോടി രൂപയാണ്. അപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ പറയാനിട്ട് കാര്യമില്ല. അതുകൊണ്ട് വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ല ഞങ്ങളാരും പറയുന്നില്ല. ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനനുസരിച്ച് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വയനാടിൻ്റെ മാത്രം വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വേഗത വർദ്ധിക്കണം, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ എന്ത് ചെയ്യണമെങ്കിലും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയതല്ലേ മാത്യു കുഴൽനാടനും MLA-മാരും എല്ലാം ഒന്നിച്ചിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങളോട് വിയോജിപ്പെട്ടെന്ന് പറയണ്ടേ? ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയ നിയമത്തെക്കുറിച്ച് പിറ്റേന്ന് വന്നിട്ട് അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന രീതി ശരിയാണോ? അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താ? കർണാടകയിൽ എന്താ കോൺഗ്രസ്സുകാർ സമരം ചെയ്യാത്തത്? കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, ഇവിടെ ഭരിക്കുന്നത് രാഷ്ട്രീയമാണ്. വരായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും കൂടി കാണണം. അങ്ങനെ തന്നെ കാണരുത്. ഞങ്ങൾ ഒന്നിച്ചാണ് വയനാട്ടിലെ ജനങ്ങൾ ഇതിനെ. അതിനകത്ത് UDF LDF ഞങ്ങൾ വേർതിരിച്ച് നിന്നിട്ടില്ല ഇതുവരെ. ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം പൊതുവിഷയമാണിത്. ആ പൊതുവിഷയത്തിൽ നിയമങ്ങളുടെ ഇഷ്ടം പോലെ ഊരാക്കുടുക്കുകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വെള്ളമൊക്കെ എത്തിക്കുന്ന കഴിഞ്ഞ എല്ലാ വരൾച്ച കാലഘട്ടങ്ങളിലും ഞങ്ങളുടെ വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മനുഷ്യർക്ക് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിരുന്നു. അതൊക്കെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് കുറച്ചും കൂടി വേഗത വർദ്ധിപ്പിക്കണം, അക്കാര്യത്തിൽ തർക്കമില്ല. അന്നത്തെ വരൾച്ചയേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴുള്ള വരൾച്ച. അപ്പോൾ പലതും ചെയ്യണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. പ്രോജക്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അവർ കിട്ടുന്നവരെ കാത്തിരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസക്കാർ തന്നെയാണ് ഞങ്ങളും. കാരണം അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ പകര സംവിധാനം എന്താണെന്ന് കുറിച്ച് ആലോചിക്കണം. ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കാർക്കുമില്ല. ഗവൺമെന്റ് മുമ്പാകെ അതിശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നമ്മൾ കാണുന്നത് വ്യക്തിപരമായിട്ട് മന്ത്രി ആക്ഷേപിക്കുന്നുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഞാനതിലേക്ക് കടക്കുന്നില്ല. ശരി, ശ്രീ സംഷാദ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ മാസ്റ്റർ പ്ലാനെ കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂ. ദിവസേന 2-3 മനുഷ്യർ മരിച്ചു വീഴാണ്. നമുക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ആലോചനയല്ല, ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. എഫക്റ്റിൽ വന്നോ? നടപ്പിലായോ? ഇതിനകത്ത് ആഷ്മി സർക്കാർ ചെയ്യേണ്ട നടപടികൾ നമ്മൾ നിയമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില കാരണങ്ങളുടെ പേരിൽ കേന്ദ്രത്തിനെയും സംസ്ഥാനത്തെയും പറയാതെ ഇതിനൊരു പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. കേരളത്തിലെ 200 ഗ്രാമങ്ങൾ വന്യമൃഗശല്യത്തിൻ്റെ ഭീഷണിയിലുള്ളതാണ്. 35 ലക്ഷം ജനങ്ങളെ ഇതിൽ നേരിട്ട് ബാധിക്കും വന്യമൃഗശല്യം എന്ന് പറയുന്നത്. 1 ലക്ഷം ആദിവാസികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത്രയും ആളുകളെ, ഇത്രയും ഗ്രാമങ്ങളെ, ഇത്രയും ജില്ലയെ ബാധിക്കുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുമില്ലാത്ത ആളാണ് കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇത് ആവർത്തിച്ചു പറയും, ഒരു കഴിവുമില്ലാത്ത ആൾ തന്നെയാണ് വനം വകുപ്പ് മന്ത്രി എന്ന് പറയും. കാരണം ഇതിനൊരു പ്രയോറിറ്റി നിശ്ചയിക്കുക. ഇപ്പോൾ ആഷ്മി പറഞ്ഞതുപോലെ കിഫ്ബിയിൽ നിന്നും പണം ഇപ്പോൾ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ബഡ്ജറ്റ് നടക്കുമ്പോൾ എല്ലാ മന്ത്രിമാരും അവരവരുടെ വകുപ്പിന് വേണ്ടി പണം വാങ്ങാൻ പോകും. ഈ മന്ത്രിക്ക് കിട്ടിയ 48 കോടി രൂപ 14 ജില്ലയിൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ, അതിൽ അദ്ദേഹം തൃപ്തനാണ്. CPIയുടെ മറ്റു മന്ത്രിമാരൊക്കെ ചില പ്രതിസന്ധിയൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാക്കി കുറച്ച് വാങ്ങിയെടുത്തു. ഈ വനം വകുപ്പ് മന്ത്രി ഇതിൽ തൃപ്തനാണ്. ഇത് തന്നെ വേണമെന്ന് അദ്ദേഹത്തിനില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. വനം വകുപ്പിനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത്. പിന്നെ ഷിയാസും മാത്യു കുഴൽനാടനും സമരം നടത്തിയത്, അത് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് LDFന്റെ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഒരു മരണമുണ്ടായി തിരിഞ്ഞു നോക്കാതിരുന്നാൽ
അത് മാത്യു കുഴൽനാടനും ഡീൻ കുര്യാക്കോസും മുഹമ്മദ് ഷിയാസും ഒക്കെ റോട്ടിലിറങ്ങും, അവർ സമരം ചെയ്യും, അവരെ നിങ്ങൾക്കെതിരെ കേസെടുത്തോട്ടെ, അവരെ ജയിലിൽ അടച്ചോട്ടെ, അവരെ നിങ്ങളുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ, നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുമെങ്കിൽ. അതല്ല പരിഹാരം. അവിടെ എത്താൻ ഒരു ഭരണകൂടം ഉണ്ടാവണം. അല്ലാതെ കോതമംഗലം MLA പോലെ ഞാൻ അവിടെ നിൽക്കുക, ആളുകൾ ഇവിടെ എത്തട്ടെ, ബോഡി തിരിച്ചു കൊണ്ടുവരട്ടെ, എന്നിട്ട് ചർച്ച എന്നുള്ള രീതിയല്ല. ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ സമരം ചെയ്യേണ്ടി വരും. കാരണം അത് കണ്ണു തുറക്കുക. ഇപ്പം മാത്യു കുഴൽനാടനും ഷിയാസ് മാത്രമല്ലല്ലോ, താമരശ്ശേരി ബിഷപ്പ് സമരരംഗത്താണല്ലോ, മറ്റ് സഭകൾ സമരരംഗത്താണല്ലോ, അല്ലാത്ത സംഘടനകൾ സമരത്തിലാണല്ലോ. അപ്പം നമ്മൾ ഈ സമരം ഉണ്ടാക്കുന്നത് നമുക്ക് പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ നമ്മൾ എന്ത് നടപടി? ആഷ്മിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. വനം വകുപ്പ് മന്ത്രിയായി AK ശശീന്ദ്രൻ ചുമതലയേറ്റ ഉടനെ ഡൽഹിയിലേക്ക് ഒരു യാത്ര പോയി. ആ യാത്ര പോയത് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ യാത്രയാണ്. അവിടെ പോയി ഒരു കണക്ക് കൊടുത്തു. ആ കണക്ക് കിട്ടിയപ്പോൾ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചു പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കേണ്ടതാണ്. കാരണം ആ കണക്ക് മുഴുവൻ തെറ്റായിരുന്നു. പന്നിയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും മുഴുവൻ ഡാറ്റ പോലും ഇല്ലാതെ ക്ഷുദ്രജീവിയാക്കാൻ പോയി തിരിച്ചു വന്ന ആളാണ് AK ശശീന്ദ്രൻ. ഇപ്പൊ ഷെഡ്യൂൾഡ് 1 കുരങ്ങ്, ഷെഡ്യൂൾഡ് 1 കുരങ്ങ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കുരങ്ങ് ക്ഷുദ്രജീവിയാണ്, അതിനെ വെടിവെച്ച് കൊല്ലാൻ കഴിയും. അത് BJPയുടെ സംസ്ഥാനങ്ങളായതുകൊണ്ട് അന്ന് കിട്ടിയ ഉത്തരവാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് നേടിയെടുക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആ കൂട്ടായ്മ ഉണ്ട് എന്ന് ഉള്ളത് കൊണ്ട് കേരള സർക്കാരിന്റെ ഭാഗത്ത് വരുന്ന വീഴ്ചകൾക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല എന്ന് സമരമൊക്കെ നടക്കുമ്പോൾ തന്നെ ഇത് മറ്റൊരു വിഷയം പോലെയല്ല. ഇത് മലയോര മേഖലയിലെ ബാക്കിയെല്ലാം സമ്മതിക്കാമല്ലോ, ബാക്കി എല്ലാ നഷ്ടങ്ങളും നമുക്ക് വേണമെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് മനുഷ്യന്റെ ജീവൻ നഷ്ടമാവുകയാണ്. അവിടെ ക്രിയാത്മക പരിഹാരം ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഞാൻ തിരികെ എത്താം. ചെറിയ ഇടവേള. CVP ശ്രീധരനാഭൻ, താങ്കൾ 77 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ കിട്ടിയ കണക്ക് എത്രയാണെന്ന് പറയുകയായിരുന്നു അവിടുത്തെ മുൻ MLAയും ഇപ്പോഴത്തെ ജനപ്രതിനിധിയും. എല്ലാ കണക്കും ഇതുപോലെയാണെന്നേ. ഇപ്പോൾ അർഹതപ്പെട്ട എന്താണ് കടമെടുക്കാനുള്ള പരിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് വേണ്ടി പോകേണ്ടി വരുന്ന കേരളത്തിന് നമ്മൾ ചോദിക്കുന്ന 620 കോടി അങ്ങ് തരുമെന്നാണോ കേന്ദ്രം? ഒന്നും കൊടുക്കില്ല. അല്ല, ഞാൻ പറയട്ടെ 77 കോടി രൂപ പ്രോജക്റ്റ് എലിഫന്റ്, കാട്ടിൽ കൃത്രിമ ജലാശയങ്ങൾ നിർമ്മിക്കാനും നീർച്ചാലുകൾ നിർമ്മിക്കാനും 77 കോടി രൂപ പ്രോജക്റ്റ് എലിഫന്റിന് കൊടുത്തിട്ടുണ്ട്. അത് ജില്ലയ്ക്ക് കൊടുത്തതല്ല. അതിൽ 44 കോടി രൂപ കേരള സർക്കാർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. 44 കോടി രൂപ കേരളം യൂട്ടിലൈസ് ചെയ്ത് കേരളം തന്നെ സമ്മതിച്ചതാണത്. 77 കോടി പ്രോജക്റ്റ് എലിഫന്റിനാണ് കൊടുത്തത്, ജില്ലയ്ക്ക് കൊടുത്തതല്ല. ഞാനിത് നുണ പറയുന്നല്ല, എൻ്റെ മൊബൈലിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇത് കറക്റ്റാണിത്. ഇതൊക്കെ കൃത്യം ജില്ലയ്ക്ക് കൊടുത്ത പൈസയല്ല, ഒരു പദ്ധതിക്ക് കൊടുത്ത പൈസയാണ് പ്രോജക്റ്റ് എലിഫന്റിന്. ഇങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രം പൈസ കൊടുക്കുക. പിന്നെ നിങ്ങൾ സാന്ദർഭികമായി പറഞ്ഞു സുപ്രീം കോടതി പോയിട്ട് എന്തായി? കേന്ദ്രം പണ്ടേ എടുത്തോളാൻ പറഞ്ഞ പൈസ അപ്പോൾ എടുക്കാൻ പറഞ്ഞത്. 57,000 കോടി രൂപ എവിടെ പോയി? 57,000 കോടി കിട്ടാണ്ട് മണ്ടല്ലേ സുപ്രീം കോടതി പോയത്? എവിടെ 57,000 കോടി രൂപ? 13,608 കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞത് അവരുടെ കൗണ്ടർ അഫിഡവിറ്റിൽ. അതാണ് ഇപ്പോൾ കിട്ടിയത്. അതൊന്നും പറയണ്ട. ഓക്കെ, അതിനോട് ചുരുങ്ങിയ വാക്കുകൾ മറുപടി ഉണ്ടോ ഈ പറഞ്ഞ 77 ലക്ഷത്തിന് കണക്കിന്? ഹലോ, അതിനോട് ചുരുങ്ങിയ വാക്കുകൾ മറുപടി ഉണ്ടോ 77 ലക്ഷത്തിന് കണക്കിന്? ഹലോ, ഈ അദ്ദേഹം പറയുന്ന കണക്കുകൾ ശരിയല്ല. ഞാൻ കണക്കുകളാണല്ലോ പറയുന്നത്. പ്രോജക്റ്റ് എലിഫന്റ് പ്രോജക്റ്റിനകത്തും ഈ നേരത്തെ പറഞ്ഞ 8 പദ്ധതികളിലായിട്ട് ഈ വർഷം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 12.73 കോടി രൂപയാണ്. BJP സർക്കാർ വന്ന കാലം തൊട്ടുള്ള കണക്കാണോ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് അനുവദിച്ച കണക്കാണ്, വയനാട്ടിൽ അനുവദിച്ച കണക്കൊന്നുമല്ല. അത് കേരളത്തിന് അനുവദിച്ചത്. കേരളത്തിന് 8 സ്കീമുകളായിട്ട് കേരളത്തിന് അതിൽ 80 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. അതിൽ 12 ലക്ഷം രൂപയാണ് വയനാടിന് കിട്ടിയിരിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് എപ്പോഴും ഒരു രാഷ്ട്രീയ വിവേചനം കാണിച്ചുകൊണ്ടല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം, അത് ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെയൊക്കെ ആവശ്യം വന്യമൃഗ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുകയല്ലേ. കേന്ദ്രം പൈസ തരാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ? അതെന്താ BJPയുടെ പ്രതിനിധി മനസ്സിലാക്കാത്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായോ? അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് കേന്ദ്ര നിയമത്തിനകത്ത് മാറ്റം വരുത്തുകയല്ലാതെ എളുപ്പ വഴികളും കുറുക്കു വഴികളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. ഞങ്ങളുടെ അഭിപ്രായം, കാട്ടിനുള്ളിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് മൃഗത്തെയും പിടികൂടാനുള്ള നിയമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. ക്യാമറ വെച്ചിട്ടും ട്രാപ്പ് ചെയ്തിട്ടും തിരിച്ചറിഞ്ഞിട്ടും. നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ജാതകം നോക്കിയിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലുണ്ടാകുന്ന പ്രയാസം, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും, കൃഷി നഷ്ടപ്പെടും,
ആളുകൾ കൃഷി ചെയ്യാതെ വയനാട് വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ മലയോര ജില്ലകൾ, വയനാട് മാത്രം പറയണ്ട, മലയോര മേഖല വിട്ടു പോവുകയാണ്. ഇതിലൊരു പുതിയ നിയമം ഉണ്ടാകണം. ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടി യോജിച്ച് നിൽക്കേണ്ടത്. രാഷ്ട്രീയ അങ്ങോട്ട് കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും ഇതുണ്ടാകുന്ന ദുരിതം ചെറുതല്ല, ദുരിതം ചെറുതല്ല. രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ സി കെ ചന്ദ്രൻ പറയുന്നത് പോലെ അതൊരു ഐക്യം ഉണ്ടാകണം. ആ ഐക്യം എന്തിനു വേണ്ടിയാണ്? അത് മലയോര മേഖലയിലൂടെ ജനതയുടെ ജീവൻ രക്ഷിക്കാനാണ് ഐക്യം ഉണ്ടാവട്ടെ. ഇനിയൊരു ജീവൻ, ഒരു ചോര അവിടെ വീഴാതിരിക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഉന്മേഷ് വിരാമൻ ചേരും. നമസ്കാരം.